കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ഗാർഡനിലെ ബനാന സപ്പോട്ട. നല്ല ടേസ്റ്റുള്ള വെറൈറ്റിയാണ്. ഒരു നീളൻ ഷേപ്പിലായതുകൊണ്ടാണ് ബനാന എന്ന ഈ പേര്. ഇപ്രാവശ്യം ഈ പ്ലാന്റിൽ നിറയെ കായ്ച്ചിരുന്നു. ഏകദേശം വിളവെല്ലാം കഴിഞ്ഞ് അവസാനമുള്ള 2-3 ഈ കാണുന്നത്. അതോടൊപ്പം പുതിയ പൂക്കൾ വിരിയുകയും കായകൾ പിടിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 3.5 വർഷമായി നമ്മുടെ ഈ പ്ലാന്റ് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ കമ്പുകൾ നന്നായി വളർന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കരിമ്പും അതിനോട് ചാരി നമ്മുടെ കാലാപ്പാടി മാവ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗത്തേക്ക് ചാരി നിന്ന കമ്പ് വെട്ടിക്കളഞ്ഞു. കമ്പുകൾ വെറുതെ വെട്ടിക്കളയണ്ടല്ലോ എന്ന് കരുതിയാണ് കമ്പുകളിൽ എയർ ലെയറിങ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. നമ്മൾ ലെയറിങ് ചെയ്യുന്നത് ഈ ലെയറിങ് ബോൾ ഉപയോഗിച്ചാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള സാധാ കവറിലും ചെയ്യാൻ കഴിയും. സൗകര്യത്തിന് വേണ്ടി നാം ഇത് തിരഞ്ഞെടുത്തു എന്ന് മാത്രം. ചകിരിച്ചോറും കുറച്ച് കമ്പോസ്റ്റും എടുത്ത് അല്പം വെള്ളം ചേർത്ത് നനച്ചു. ഒന്ന് ഇളക്കിയ ശേഷം 2 ബോളിലും നിറച്ചു വെച്ചു. ശേഷം നമുക്ക് ലെയർ ചെയ്യാനുള്ള കമ്പിൽ 1.5 ഇഞ്ചിൽ തൊലി കളഞ്ഞു. കമ്പിൻ്റെ മുകളിലുള്ള അതിൻ്റെ ചെറിയ പാട പോലെയുള്ളത് പോകാൻ ഇതുപോലെ ഒന്ന് ചുരണ്ടി കൊടുത്തു. ശേഷം നമ്മൾ എയർ ലെയർ ചെയ്യുന്ന ബോൾ എടുത്ത് തൊലി കളഞ്ഞ ഭാഗം സെൻട്രൽ വരുന്ന രൂപത്തിൽ വെച്ച് അടച്ചു. ബോളിൻ്റെ ക്ലിപ്പ് ഇട്ടു. ഒരു ഉറപ്പിന് വേണ്ടി 2 സൈഡിലും ചെറിയ കയർ ഉപയോഗിച്ച് കെട്ടിക്കൊടുത്തു. ഇൻഷാ അല്ലാഹ് 1 മാസം അല്ലെങ്കിൽ 1.5 മാസത്തിന് ശേഷം വേര് പിടിച്ച് നമുക്ക് മാറ്റി നടാൻ പാകത്തിനാകും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടാൻ മറക്കല്ലേ.